ഞങ്ങൾ രാവിലെ കണ്ട ചിക്കൻ വാങ്ങാനായിട്ട് വന്നേക്കും കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീടിന് തൊട്ട് ഫ്രണ്ടിലൊരു ചിക്കൻ കടയുണ്ട്. പക്ഷേ അവിടെ ബ്രോയിലർ കോഴി മാത്രമേ കിട്ടൂ കേട്ടോ. ഇപ്പോൾ കുറച്ചങ്ങോട്ട് മാറി ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയത്. അവിടെ എല്ലാത്തരം മീനുകൾ, പന്നിയിറച്ചി, മട്ടന്, ബീഫ്, നാടൻ കോഴി, താറാവ് എല്ലാം കിട്ടും കേട്ടോ. അപ്പം നാടൻ കോഴി വാങ്ങാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നാടൻ കോഴിയെ. ലച്ചുനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ അത് 2 കിലോ വാങ്ങാമെന്നും കരുതി പോയി വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ. രാവിലെ കഴിക്കാനായിട്ട് ഇന്ന് കഞ്ഞിയും പയറും ഉണ്ടാക്കി കേട്ടോ. ഇവിടുമാർക്ക് സ്കൂളില്ല. സ്കൂൾ 2 ആഴ്ച കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ പ്രശ്നം കാരണം 100 സംതിങ് പിള്ളേർ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ലൂസ് മോഷനും വോമിറ്റിങ്ങും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതുവരെ സ്കൂൾ തുറന്നിട്ടില്ല. ഇനി ഏകദേശം ഒരാഴ്ച കഴിയണം സ്കൂൾ തുറക്കാനായിട്ട്. അപ്പം ലച്ചുവിന് ഓൺലൈൻ ക്ലാസ് ഉണ്ട് സ്കൂളിൽ നിന്ന് ഉച്ചവരെ. 10ാം ക്ലാസ് അല്ലേ. അപ്പോൾ ഞങ്ങൾ പേരൻസിനെ കൂടെ പറഞ്ഞിട്ട് ഓൺലൈൻ ക്ലാസ് ആക്കിയിട്ടുണ്ട് ഹൈസ്കൂള് +2 വരെ. അപ്പം രാവിലെ ഇന്ന് 8 മണിക്ക് ലച്ചുവിന് മാത്സിൻ്റെ ട്യൂഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് 11 മണിയായി വന്നപ്പോൾ കേട്ടോ. രാവിലെ ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് പോയതാണ്. വന്നിട്ട് കഞ്ഞിയും പയറും കഴിക്കുകയാണ്. ആഷ്മിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ആഷ്മിക്ക് പിന്നെ കഞ്ഞിയും പയറൊന്നും ഇഷ്ടമല്ല, ഇറങ്ങത്തില്ല. നമ്മൾ വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അമ്മ രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഇതുവരെയും വന്നിട്ടുമില്ല. ഞാൻ അവരോട് കോഴി എടുക്കാൻ നേരം പറഞ്ഞത് കുഞ്ഞ് പീസാക്കി തരണേന്ന്. അവരാണെങ്കിലും തോല് പോലും ഇരിച്ചില്ല കേട്ടോ. തോല് കഴിക്കുന്നവരായിരിക്കും സാധാരണ കൂടുതലായിട്ടും. പക്ഷേ നമുക്ക് തോല് വേണ്ട. അങ്ങനെ എനിക്ക് ഇരട്ടിപ്പണിയായിരുന്നു. ഞാൻ ഇപ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പം പറയാൻ തോലൊക്കെ ഇരിച്ച് വൃത്തിയായിട്ട് തരാനായിട്ട്. പിന്നെ ചെറിയ കുഞ്ഞ് പീസാക്കിയെങ്കിലേ അത് വേവത്തുള്ളൂ. അങ്ങനെ എനിക്കത് ക്ലീനിങ് ഒരു ഇച്ചിരി പാടായിരുന്നു കേട്ടോ. ഉള്ളിയൊക്കെ ഞാൻ രാവിലെ പൊളിച്ച് വെച്ചിരുന്നു. കാരണം അമ്മ അമ്പലത്തിലൊക്കെ പോയിട്ട് ഏകദേശം കുറേ സമയം കഴിഞ്ഞേ വരത്തുള്ളൂ എനിക്കറിയാം. സാധാരണ ദിവസങ്ങളിലൊക്കെ അങ്ങനെ കേട്ടോ. അപ്പം നമ്മുടെ പഴയ വീടിൻ്റെ ഇടയ്ക്കൽ അവിടുത്തെ അമ്പലത്തിലാണ് പോയിട്ടോ. പിന്നെ നമ്മുടെ ആ വീട്ടിൽ കയറി അവിടുന്ന് കുറേ ചെടികൾ കൊണ്ടുവരാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ചെടികളൊക്കെ പറിച്ചെടുത്തുകൊണ്ട് 11-12 മണിയായി അമ്മ വന്നപ്പോൾ. ഞാനാണെങ്കിൽ ഗരം മസാല മേടിച്ചുകൊണ്ട് വന്നിട്ട് ഗരം മസാലയുടെ കുപ്പിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുരുമുളക് പൊടിച്ചതിനകത്തിട്ട് വെച്ചിട്ടോ. എന്തായാലും പാകത്തിന് കുറച്ച് കുരുമുളകാണ്. രണ്ടിനും കളറ് ഏകദേശം ഒരുപോലൊക്കെ അല്ലേ, ഒരു ബ്ലാക്ക് കളറ്. അപ്പം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. എന്തായാലും ചിക്കനകത്തോട്ട് ഇടാനുള്ള പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മുടെ ആഷ്മിക്ക് പുളിശ്ശേരി വേണമെന്ന് പറഞ്ഞു. ചിക്കൻ ഉണ്ടെങ്കിൽ ആഷ്മിക്ക് പുളിശ്ശേരി വേണം കേട്ടോ. ഈ നാടൻ കോഴിക്ക് കഷ്ണമൊന്നും ആഷ്മിക്ക് വേണ്ട, ആഷ്മിക്ക് ചാറ് മാത്രം മതി. അതുകൊണ്ട് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചാറ് വെക്കണേന്ന്. ലച്ചുവിന് പിന്നെ ഒഴിച്ചെറിയേ വേണ്ട. ചിക്കനൊക്കെ ഉണ്ടാകുവാണെങ്കിൽ ചിക്കൻ കൂട്ടി അങ്ങ് ചോറ് കഴിച്ചോളും കേട്ടോ. പിന്നെ സവാളയൊന്നും ചേർത്തിട്ടില്ല. കൊച്ചുള്ളിയും തേങ്ങാക്കൊത്തും പച്ചമുളകും കരിവേപ്പിലയും പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ഞാൻ ചിക്കൻ കറിക്ക് കൂടുതലും ചേർക്കുന്നത് കേട്ടോ. പിന്നെ കളറിന് വേണ്ടി ഇന്ന മുളക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ നോർമൽ മുളക് പൊടി തന്നെയാണ് ഞാൻ. അതിനകത്ത് എരിവും ഉണ്ടാവും കളറും ഉണ്ടാവും. നമുക്ക് വേറെ കാശ്മീരി മുളക് പൊടി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആഷ്മി വന്നിട്ട് വിശക്കുന്നതെന്ന് പറയാം. കഞ്ഞിയൊന്നും കുടിച്ചിട്ടില്ലല്ലോ. എൻ്റെ കുടിച്ചിരുന്ന് പയറ് വരുത്തുന്നതേ ഉള്ളൂ കേട്ടോ. കഞ്ഞി കുടിച്ചിട്ടില്ല. അപ്പം പിന്നെ പാപ്പപ്പാട്ടയൊക്കെ തുറന്ന് നോക്കും അതിനകത്ത് വല്ലതും ഉണ്ടോയെന്ന്. അപ്പം അതിനകത്തൊന്നും ഇല്ലാതെന്ന് തോന്നുന്നു. എല്ലാം ഒഴിച്ച് വെച്ചേക്കും. നല്ല ബിസ്ക്കറ്റ് നല്ല കിടപ്പുണ്ട്. പിന്നെ അതൊക്കെ എടുത്ത് തിന്നുന്നുണ്ട്. പിന്നെ ഈ അലുവയൊക്കെ കുറേ നാളായതാണ്. ഇതൊക്കെ ഇതുവരെയും അങ്ങനെ മധുരമായതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും ആരും കഴിക്കത്തില്ല കേട്ടോ. ഇവിടെ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ കഴിക്കാത്തത്. കഞ്ഞിയും പയറും ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു നാടൻ കോഴിയാണ്, ഇത് ഇച്ചിരി വേവാൻ സമയം എടുക്കും, അതുകൊണ്ട് കുറച്ച് താമസം എടുക്കും. വേണമെങ്കിൽ പോയി കഞ്ഞി കുടിച്ചോളാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അവൾ കഞ്ഞിയൊന്നും കുടിച്ചിട്ടില്ല. സ്കൂളും കൂടി ഇല്ലാത്തതുകൊണ്ടേ ഭയങ്കര ഒരു ഇതാണ്. പഠിക്കാനും ഒന്നുമില്ല. കാരണം സ്കൂൾ തുറന്ന് 3-ാമത്തെ ദിവസം പൂട്ടി. പിന്നെ അതിന് മുമ്പായിട്ട് ഒന്നും പഠിപ്പിച്ചു തുടങ്ങിയതുമില്ലായിരുന്നു. അതുകൊണ്ട് ഒന്നും പഠിപ്പിക്കാത്തതുകൊണ്ട് ട്യൂഷനിൽ പോയിരുന്നവർ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് പഠിക്കാനും കൊച്ചമ്മയ്ക്കൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി വെന്തിട്ടുണ്ട്. ഏകദേശം കുറേ സമയം എടുക്കുന്നത്. ചെറിയ തേയിലിട്ട് വേവിക്കണം. കൊച്ചുള്ളിയൊക്കെ വഴറ്റിയിട്ട് അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഞാൻ സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പം അതും ഉപ്പും എല്ലാം കൂടി ഇട്ട് ചെറിയ തേയിലിട്ട് കുറച്ച് നേരം വെള്ളം ഒഴിക്കാതെ ഒന്ന് വരട്ടിയെടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെറിയ തേയിലിട്ട് വേവിച്ചതുകൊണ്ട് ഈ പരുവാക്കി എടുക്കുമ്പോൾ ഈ നാടൻ കോഴിയുടെ കളർ ഇതാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കണം. പക്ഷെ നല്ല ടേസ്റ്റ്. തനി നാടൻ പൂവൻ കോഴിയായിരുന്നു കേട്ടോ. സാധാരണ എല്ലായിടും പെടക്കോഴി നമ്മൾ നാടൻ കോഴി എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇത് നല്ല പൂവൻ കോഴിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുക്കള ക്ലീനിങ് ഇപ്പം ഭയങ്കര ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഏരിയ ഇഷ്ടംപോലെ ഉണ്ടായതുകൊണ്ട് വർക്ക് ഏരിയ അടുക്കള എല്ലാം ക്ലീൻ ചെയ്യണം. രാവിലെ എല്ലാം ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്ന് ലച്ചു എല്ലാം തൂത്ത് വൃത്തിയാക്കി തന്നായിരുന്നു കേട്ടോ. പിന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാണ്. അതാണ്ട് ഇത് കേട്ടോ. നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ടവൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് നോക്കി. ടവൽ പെട്ടെന്ന് അങ്ങ് കുഴകുഴാന്ന് ഒരുമാതിരി അങ്ങാവും. പക്ഷേ ഇത് നമ്മൾ കഴുകി ഉപയോഗിക്കുമ്പോഴും അങ്ങനൊരു ഇതില്ല കേട്ടോ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഷോർട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതാണ്ട് വിശന്ന് പണ്ടാരം വഴങ്ങുന്നതെന്ന് പറഞ്ഞ് കുറേ നേരമായിട്ട് നമ്മുടെ ആഷ്മി നടക്കും കേട്ടോ. പക്ഷേ വെന്ത് കഴിഞ്ഞിട്ട് ഉടനെ ഈ ചിക്കൻ നാടൻ കോഴി എല്ലാവരും മറ്റേ ചിക്കനായാലും മീൻകുട്ടനായാലും ഉടനെ വിളമ്പുമ്പം അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല.
ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊക്കെ ആറി തണുത്ത് സെറ്റായി രാത്രിയിൽ ആകുമ്പോഴത്തേക്കിനും കഴിക്കുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്തായാലും പിള്ളേരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അവർക്ക് ഞാൻ ചോറ് വിളമ്പി കൊടുത്ത് ലച്ചുവിനോട് ഞാൻ ടേസ്റ്റ് നോക്കാൻ പറയണം കേട്ടോ. ലച്ചുവിൻ്റെ കയ്യിൽ നിന്ന് കൊള്ളാമെന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി കേട്ടോ. എന്നാലും എനിക്കൊരു സമാധാനമില്ല. ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് പിള്ളേരുടെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് ടേസ്റ്റ് നോക്കും കേട്ടോ. അങ്ങനെ ഞാൻ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ രണ്ടുപേരുടെയും പാത്രത്തിൽ ഞാനിങ്ങനെ ടേസ്റ്റ് നോക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കഴിക്കുന്നത്. അങ്ങനെ ഞാനും ടേസ്റ്റ് നോക്കി, കുഴപ്പമില്ല, കൊള്ളാം, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ചിക്കൻ മസാല ചേർക്കരുത്, ഗരം മസാല മാത്രമേ ചേർക്കാം കേട്ടോ, നാടൻ കോഴിക്ക്. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, ഈ മസാല ഉണ്ടല്ലോ ചതച്ചിടുന്നത്, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ആഷ്മിയോട് ഞാൻ ടേസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ട് അരമണിക്കൂർ കൊണ്ട് ആഷ്മി ഇങ്ങനെ പുരട്ടി ഇരിക്കേണ്ട. ചോറ് നിറച്ചും പുളിശ്ശേരി ഒഴിച്ച് ഇങ്ങനെ പുരട്ടിയിരിക്കാം. എന്തായാലും കുറേ നേരം കഴിഞ്ഞ് പറഞ്ഞ് കൊള്ളാമെന്ന്. അങ്ങനെ കാത്തു വന്നിട്ടുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ ഇപ്പോൾ കാത്തു വന്നിട്ട് ഒത്തിരി ദിവസമായി. ഇപ്പോൾ 8ാം ക്ലാസ്സിലൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പഠിക്കാനും ഒക്കെ ഉണ്ടായതുകൊണ്ടേ എന്നിട്ട് ആഷ്മി നിർബന്ധിച്ചിട്ട് ഇന്ന് കളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. കാത്തു ശരിക്കും പറഞ്ഞാൽ ചോറ് കഴിച്ചേച്ച് അവരുടെ വീട്ടിൽ നിന്ന് വന്നത്. പിന്നെ അവളുമാർ നിർബന്ധിച്ചിരുത്തി. കാത്തു പക്ഷേ ഇച്ചിരിയേ കഴിച്ചുള്ളൂ കേട്ടോ. കൊള്ളാമെന്ന് കാത്തുവും പറഞ്ഞു. പിന്നെ ഞാനും ഊണൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം വിശ്രമമാക്കി കഴിഞ്ഞാൽ അമ്മ കൊണ്ടുവന്ന ചെടിയൊക്കെ ഇല്ലേ, അതെല്ലാവരും കൂടെ പോയി നടണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ പിന്നെ വെയിലൊക്കെ തന്നു. ഇപ്പോൾ 2 ദിവസം കൊണ്ട് വെയിലാണ് കേട്ടോ. പിന്നെ വെയിലൊക്കെ താന്ന് വൈകുന്നേരം ആയപ്പോൾ എല്ലാവരുടെ പുറത്തിറങ്ങി നമ്മുടെ മിക്കുവിനെയും കുടുംബത്തെയും അഴിച്ചു വിട്ട്. ഇവർക്കുള്ള കൂടി ഇതുവരെ സെറ്റായില്ല കേട്ടോ. കാരണം മഴയൊക്കെ ആയതുകൊണ്ടേ പണിയാൻ പറ്റുന്നില്ല. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഇതിനിടയ്ക്ക് പകലൊന്നും ബെല്ലെ കാണാനൊന്നും പോയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും ബെല്ലെ കാണാൻ. ബെല്ലയ്ക്ക് പെഡിഗ്രിയൊക്കെ കൊണ്ട് കൊടുത്ത് അവളെ ഒന്ന് അയച്ചിറക്കാനും ഒക്കെ ആയിട്ട് ഞാൻ മിക്കവാറും ഓരോ ദിവസം ഇടവിട്ട് ഞാൻ പോകും കേട്ടോ. അവിടെ ഇപ്പോൾ അവൾ വാടകക്കാരുമായിട്ട് ഓക്കെ ആയി കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി പോകുമ്പോൾ വീഡിയോ എടുക്കുക. അവൻ വാടകക്കാരൊക്കെ ആയിട്ട് അവൾ ഓക്കെ കേട്ടോ. അവരല്ലേ ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവൾക്ക് അറിയാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെയും കൂടെ കാണുന്നുണ്ട്. അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഏതാണ്ട് അവരെയും അയച്ചു വിട്ട്, അവരെ ഞാനിങ്ങനെ പകൽ കുറേ നേരം അയച്ചു വിട്ടു കേട്ടോ. കാരണം അവർക്കുള്ള കൂട് അങ്ങനെയുള്ളതല്ലേ. അതിനകത്ത് കിടക്കുമ്പോൾ അവർക്കൊരു ചെറിയൊരു പേടി പോലൊക്കെ ഉണ്ട്. 4 പേരുടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തേക്കും, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ കൂടുതൽ സമയം ഇങ്ങനെ അയച്ചു വിട്ടേക്കും ഇവരെ. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്തേ. അങ്ങനെ അമ്മ കൊണ്ടുവന്ന ചെടിയൊക്കെ നടുകയാണ് കേട്ടോ. കൊട്ടത്തിൽ കുറേ ചേനയും ചേമ്പും അതെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പം അതൊക്കെ ഒരു രസമല്ലേ. പിന്നെ ജൂൺ 15, അതായത് ഇന്ന് എഡിറ്റ് ചെയ്യുന്ന ഇന്നല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ മിക്കുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ 4 വയസ്സായ കിളവിയായി കഴിഞ്ഞു മിക്കു കേട്ടോ. അയ്യോ, എന്നാലും അവിടെ കുഞ്ഞുങ്ങളി മാറിയിട്ടില്ല. നമ്മുടെ മിക്കുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ മിക്കുവിനെ പറഞ്ഞേക്കണേ. പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ആദ്യത്തെ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ ഇച്ചിരി കേക്കൊക്കെ മുറിച്ചു. ഞാൻ പിന്നെ ഓരോ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ കാലാവസ്ഥ മോശമായതുകൊണ്ട് കാരണം വെയിലും മഴയും ഇങ്ങനെ മാറി വരുന്നതുകൊണ്ട് ഇനി വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് കരുതി ഞാൻ ഐസ്ക്രീം ഒന്നും മേടിച്ചില്ല. ഞാൻ സാധാരണ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് എല്ലാവർക്കും കൂടെ കൊടുക്കുന്നതായിരുന്നു. ഇപ്രാവശ്യം ഒന്നും മേടിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.